ഇവിടെ ഒരു പെൺകുട്ടിയുടെ തലയിൽ ഒരു ടെന്നീസ് ബോൾ വേഗത്തിൽ വന്നിടിക്കുകയാണ്. അപ്പൊ ഇടിച്ച ഫോഴ്സിൽ അവളുടെ തലയിലിരുന്ന ഹെയർ പിന്ന് തറയിൽ വീണ് ആ ഹെയർ പിന്നിൽ അവള് വന്ന് വീഴുന്നു. അപ്പൊ പിന്നെ അവളുടെ തലയിൽ കുത്തി കയറുകയാണ്. ആ സമയത്ത് ഈ ടെന്നീസ് ബോൾ അടിച്ച് അവളുടെ സിസ്റ്റർ ഓടി വന്നിട്ട് അവള് കാരണമാണ് ചേച്ചിക്ക് അപകടം പറ്റിയതെന്ന് വെച്ച് ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് പോയിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു ഡോക്ടർ മമ്മിയെ എടുത്തുകൊണ്ട് പോകുന്നു. എന്തിനാന്ന് വെച്ചാൽ അവൾക്ക് മമ്മികൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റുന്ന മാജിക് അറിയാം. അത് വെച്ച് അവൾ ആ മമ്മിക്ക് ജീവൻ വരുത്തുകയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ജീവൻ വെച്ച് വന്ന മമ്മി പറഞ്ഞു, നീ ജീവൻ കൊടുത്ത ആള് മാറിപ്പോയി, ഞാനൊരു ഡോക്ടർ അല്ല ഒരു സയന്റിസ്റ്റ് ആണെന്ന്. അപ്പൊ ഇവിടെ അടുത്ത് വല്ല മ്യൂസിയം ഉണ്ടെങ്കിൽ പറയേ, നീ ചെയ്ത മാജിക് കാരണം അവിടെയുള്ള മമ്മികൾക്കും ജീവൻ വന്ന് കാണുമെന്ന്. അപ്പൊ അവിടെ ചെന്നാല് ഡോക്ടറിനെ കിട്ടുമെന്ന് വെച്ചവര് സിസ്റ്ററിനെയും കൂട്ടി മ്യൂസിയത്തിലേക്ക് ചെല്ലാണ്. നോക്കുമ്പോ അവിടെയുള്ള എല്ലാ മമ്മികൾക്കും ജീവൻ വെച്ചിരിക്കുന്നു. ശേഷം എല്ലാ മമ്മിയും ചേർന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ രാജാവ് മമ്മിയെ പുറത്തു കൊണ്ടുവരാണ്. അങ്ങനെ ആ രാജാവ് മമ്മി അവിടെ നിന്ന് ഒരു ഡോക്ടർ മമ്മിയെ വിളിച്ചിട്ട് കോമയിൽ കിടക്കുന്ന ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ പറയുന്നു. ഉടനെ ഡോക്ടർ മമ്മി ആ പെണ്ണിന്റെ തലയിൽ തുളഞ്ഞു കയറിയ പിന്നെ ഊരിയെടുക്കുന്നു. അടുത്ത സെക്കൻഡിൽ അവളുടെ സിസ്റ്റർ ഒരു എക്യുപ്മെന്റും ഇല്ലാതെ അങ്ങനെ ചെയ്തതിന് ദേഷ്യപ്പെടുകയാണ്. പക്ഷെ മമ്മി ഒരു വിചിത്ര ലിക്വിഡ് ഉണ്ടാക്കി ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ തേക്കുന്നു. എന്നിട്ട് വേറൊരു മമ്മിയുടെ ദേഹത്ത് ചുറ്റിയിരുന്ന തുണിയെടുത്ത് അവളുടെ ദേഹത്ത് ചുറ്റിക്കെട്ടി വെച്ചിട്ട് രാജാവ് മമ്മി ചെന്ന് ആ പെൺകുട്ടിയുടെ ചുണ്ടിൽ കിസ് ചെയ്യാണ്. തൊട്ടടുത്ത നിമിഷമേ ആ പെൺകുട്ടിയുടെ അസുഖമെല്ലാം മാറി അവൾ എണീക്കുന്നു. ഇത് കണ്ട് അവളുടെ സിസ്റ്റർ സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുകയാണ്.